നേരത്തെ നമ്മളിപ്പോ നല്ല എനർജറ്റിക് ആയിരിക്കുന്ന സമയമായിരിക്കും ഇവന്മാർ ഇത് അടിക്കുന്ന അപ്പോഴറിയാം നമുക്ക് ഒരുമാതിരി മന്ദതയാണ്. ഇവന്മാർ ഇത് അടിക്കുന്ന നമുക്കറിയാം അന്നേരം മരയ്ക്കും തരാം. മനസ്സിലായോ? ആ ഇങ്ങനൊക്കെ പല പരിപാടികൾ ഇവർ ഇൻഡ്യൂസ് ചെയ്യുകയാണ് നമുക്ക് ഡിസീസ്. മനസ്സിലായോ? ഇവന്മാരുടെ പരിപാടികളാണ് ഇതെല്ലാമായിട്ട് നടക്കുക. ഇവന്മാര് കുറെ അവന്മാർ ഈ ഫോണും പിടിച്ച് കുറെ നേരം ഇരുന്നാൽ നോക്കിക്കോണം ഇവന്മാര് ശരിയല്ല കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അണീസിനെസ് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇവര് ചെയ്യുന്നതാണ്. എന്തെല്ലാം പരിപാടികളാണ് പറയുന്നത്. നമ്മളിവരെ ഇന്നും അല്ല ഒരു 6-7 വർഷമായിട്ട് ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് നമ്മൾ പിന്നെ സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു സെക്കൻഡ് ഇയർ വരെ. ഡിഗ്രി പോലല്ല ഇന്നത്തെ ഡിഗ്രി പ്ലസ് ടു ഒന്നും. മോനറിയാവോ? ഇന്നത്തെ പിള്ളേർ എന്താ പഠിക്കുന്നുണ്ടോ? വല്ലതും പഠിക്കുന്നുണ്ടോ? ഞാനൊക്കെ പഠിച്ചത് 93 മുതൽ 95 പ്രീ ഡിഗ്രിയാണ് ഞാൻ പഠിച്ചത്. അന്നത്തെ ഫിസിക്സും കെമിസ്ട്രിയുടെ ഒക്കെ പകുതിയുടെ പകുതി പഠിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ 13 വർഷം വരുന്നില്ല എന്ത്. അപ്പൊ ഞാൻ 93 പാസ് ഔട്ട് ആയതാ. 93 കേട്ടോ മോനെ. അപ്പൊ മോനറിയില്ല അന്ന് നമ്മുടെ ഞങ്ങളെക്കാട്ടി കുറവായിരുന്നു തോന്നുന്നു നിങ്ങൾക്ക്. പിന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാഠമായിരുന്നു എന്തുവാ ഫിസിക്സിന് അവസാനത്തേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഈ NPN ഡയോഡ് PNP ഡയോഡ് അതൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ ആണെങ്കിൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആദ്യത്തെ പാഠം ലൈറ്റ്, ക്വാണ്ടം എനർജി, ക്വാണ്ടം തിയറി അതൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ നല്ലപോലെ പഠിച്ചതാട്ടോ മോനെ. നമ്മൾ പഠിക്കത്തില്ലായിരുന്നു, പക്ഷെ നമ്മൾ പഠിക്കുന്നത് റാങ്ക് കിട്ടാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ജോലി കിട്ടാൻ പോലും നമ്മൾ പഠിച്ചത്. നമ്മൾ അറിയാൻ വേണ്ടി പഠിച്ചത്. ഉള്ള കാര്യം പറയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ ഇന്നത്തെ ആദ്യത്തെ ചാപ്റ്റർ മുതലുള്ള കാര്യം എനിക്കറിയാം. ഇംഗ്ലീഷ് നമ്മുടെ ആദ്യ അപ്പീൽ എന്ന് പറയുന്ന പോയം ഓർമ്മയുണ്ടോ? ഡാഫഡിൽസ് ഓർമ്മയുണ്ടോ? സോളിറ്ററി റീപ്പർ, പിന്നെ ഇതൊക്കെ ഓർമ്മയുണ്ടോ? അതാണ്. അപ്പൊ നിങ്ങൾ ഞാൻ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മനസ്സിലായോ? പിന്നെ ഇന്തോനേഷ്യ ആണോ ഇംഗ്ലീഷ് സെക്കൻഡ് പഠിച്ചത്? അപ്പൊ നമ്മൾ ഒരേ സിലബസാ. അപ്പൊ പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു ലാസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രിയില്. ഓർഗാനിക് കെമിസ്ട്രി ഓർമ്മയുണ്ടോ? ഓർഗാനിക് കെമിസ്ട്രി ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഇതുപോലെ തന്നെ ലാസ്റ്റ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും ലാസ്റ്റ് ചാപ്റ്റർ വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും അതിന്റെ NPN PNP ഡയോഡൊക്കെ വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. അതുപോലെ ഈ കെമിസ്ട്രിയിലെ നമ്മുടെ ഈ ഈതറും ഒക്കെ പഠിച്ച ഓർമ്മയില്ല. ഈ മണമുള്ളത് ഓർഗാനിക് ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചത്. പിന്നെ ഞാൻ കെമിസ്ട്രി ഫിസിക്സ് തന്നെയായിരുന്നു. മോനോ? മാത്സ് ആയിരുന്നു. എന്നാലും ഫിസിക്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, കെമിസ്ട്രി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ആയിരുന്നു വ്യത്യാസം. നമ്മൾ മാത്സ് ഒന്നും പഠിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. മാത്സ് അറിയാമെങ്കിലും പഠിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയാണ്. അപ്പം നമ്മളിത് നല്ലപോലെ പഠിച്ചതാണ്. ഞാൻ നമ്മുടെ കായംകുളം സെന്റ് മേരീസിലാണ് 10 വരെ പഠിച്ചത്. പിന്നെ കോളേജിൽ പന്തളം NSS പഠിച്ചത്. പന്തളത്ത്. പിന്നെ പക്ഷെ നമ്മൾ പ്രീ ഡിഗ്രി ട്യൂഷൻ പഠിച്ചതൊക്കെ ഇവിടെ മോൻ അന്വേഷിച്ചാൽ MSM കോളേജില് ഇപ്പോഴും സാർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. റഷീദ് എന്ന് പറയുന്ന സാറാ ഫിസിക്സിന് കേട്ടോ. ഫിസിക്സിന് സാറിന്റെ അടുക്കലാണ് ഫിസിക്സ് പഠിച്ചത്. സാറിനെന്ന് വെച്ചാൽ സാറ് ഫിസിക്സ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഒരിക്കലും ഫിസിക്സ് അറിഞ്ഞേ പോകത്തുള്ളൂ എന്താണെന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ എന്നെ പത്തി പഠിപ്പിച്ച ഒരു സാർ നല്ലപോലെ പഠിക്കായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി. പിന്നെ നമ്മൾ പുസ്തകം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുപോലെ പഠിപ്പിക്കുന്ന ആളായിരുന്നു കേട്ടോ. എനിക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് 10th എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 50 എനിക്ക് കെമിസ്ട്രിക്ക് 43യും പിന്നെ ഫിസിക്സിന് 42. എനിക്ക് 4 മാർക്ക് കൂടെ ഫിസിക്സ് കിട്ടിയത്. പടം ഈ ഇലക്ട്രോണിക്സിനകത്തെ ലാസ്റ്റ് ഈ നമ്മുടെ ട്രാൻസ്മിഷനൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു, അറിയാവോ? ആ പടം. പക്ഷെ അതൊരിക്കലും ചോദിക്കത്തില്ലായിരുന്നു. ആ പടമാണ് ചോദിച്ചത്. അത് നമ്മൾ ആരും പഠിക്കാതെ വിട്ട ഒരു പടമാണ്. അങ്ങനെ ആ പടം വരയ്ക്കാൻ പറ്റാതെ പോയിട്ട് 4 മാർക്ക് പോയി. അതെനിക്ക് 46 മാർക്ക് കിട്ടിയത്. എനിക്ക് ഫിസിക്സ് കെമിസ്ട്രിയാണ് 10th ഏറ്റവും മാർക്ക്. മോനോ? ഇംഗ്ലീഷ് ഞാനും ഒരിക്കലും നോട്ടൊന്നും എഴുതത്തില്ലായിരുന്നു. തന്നെത്താനെ എഴുതുമായിരുന്നു. ഇംഗ്ലീഷ് ഒരിക്കലും എനിക്ക് നോട്ടില്ലായിരുന്നേ.
ആ 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 അല്ല മോന് പഠിച്ചു അങ്ങനെ അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് എന്ത് എന്ത് PSC ടെസ്റ്റ് എഴുതിയത്. ആ ആ അപ്പം ഈ എന്തോ ആ ജനറൽ നോളജ് പഠിക്കണമായിരുന്നോ? ആ 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 പി ആ ആ ആ ആ ആ ആ അതാ നീ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ലല്ലോ. നമുക്കറിയാമോ എന്തുമാത്രം ജനറൽ നോളജ് കാണാൻ പഠിക്കണം. എനിക്ക് കാണാൻ പഠിക്കുന്ന വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡിലോട്ടൊന്നും താല്പര്യമില്ല. ആ ആ ആ ആ ആ ആ ആ അതെ അതെ ആ. ചിലവരുണ്ട് മോനെ അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ദാന്ന് പറഞ്ഞ് തുടങ്ങി അവർക്ക് ആ ദീ എന്നുള്ള വേർഡ് കിട്ടിയില്ലെങ്കിൽ മറന്നു പോയത്. അങ്ങനെയുള്ളവരുണ്ട് അറിയോ അത്. ആ ആ പോയി ആ അതെ അതെ ആ 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 ശരിയായി. ആ പിന്നെ ഭാഗ്യം ലക്ക് എന്ന് പറയുന്നത്. അതെ അത് പിന്നെ ഈശ്വരന്റെ ഇതാണല്ല ആ ആ ആ അത് നമ്മൾ മോൻ പറഞ്ഞില്ലേ മോൻ നിങ്ങള് ഇപ്പൊ എല്ലാ മാസം അമ്പലത്തിലൊക്കെ പോകാൻ വരുമായിരുന്നില്ലേ. വരണം വരണം. ഇപ്പൊ ഈ ഉത്സവം ഉണ്ട് മോനെ ഒരു ദിവസം വാ. 28-ാം തീയതി ഉത്സവം. അപ്പൊ അതിന് മുമ്പ് ഒരു ദിവസം വാ നമുക്ക് അമ്പലത്തിൽ പോകാം കേട്ടോ. മോളെയും കൂട്ടി വാ. ആ ആ ആ അതെ. ഇത് ജനുവരി കഴിഞ്ഞില്ലേ ഇതിപ്പോ ഫെബ്രുവരി. അല്ലല്ല ഈ ഫെബ്രുവരിയിലാ മിക്കവാറും ഉത്സവങ്ങൾ. ആ ആ ഒരു പറയൊക്കെ ഇല്ല ഒരു പറയിടണം ഈ ഇവന്റെ വസ്തു കിട്ടാതെ സ്ഥാപിച്ച്. ആ ആ ഇവിടെ ഞാൻ വിളിച്ച് പറയാം കേട്ടോ വരാനെ. നമ്മൾ ഈ സപ്താഹം ഒക്കെ തുടങ്ങുന്ന ദിവസം ഉണ്ട്. അപ്പൊ സപ്താഹത്തിനൊക്കെ വന്നാൽ ഒരു ദിവസം ഊണ് കഴിക്കാം ലാസ്റ്റ് ഡേയോ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അപ്പൊ അമ്പലത്തിൽ പോയി നമുക്ക് എല്ലാവർക്കും പോയി കഴിച്ചു വരാം. ആ ആ കേട്ടോ. ആ ആ ഊണൊക്കെ ആയോ? ഇല്ലില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മോനെ. അപ്പൊ ഇടയ്ക്ക് വിളിക്കും ഞാൻ ലിസ്റ്റ് തരാം ഹവാന സിൻഡ്രം എന്തൊക്കെയാണ് ഇവരുടെ പരിപാടി എന്നുള്ളതെല്ലാം പഠിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഈ ജന്മത്തിലേക്ക് മാത്രമല്ല ഇപ്പൊ നമ്മള് അക്വയർ ചെയ്യുന്ന എന്ത് സ്കില്ലും ഉണ്ടല്ലോ അതറിയാവോ. ഏഹ് ആ വരുമെന്ന് നമുക്ക് 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 അത് നമ്മുടെ ഇൻഹറന്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാം ഇൻഹറന്റ് ആയിട്ട് അതൊക്കെ ചിലവ് കേട്ടിട്ടില്ല എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവർക്ക് ലാംഗ്വേജ് ചിലർക്ക് അധികമൊന്നും കഷ്ടപ്പെടാതെ ചിലവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് അതൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെയാണ് ജനിച്ചതെന്നോ നമ്മൾ യൂസ് ചെയ്ത് ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും അറിയില്ലല്ലോ. മനസ്സിലായോ. ഞാൻ